പറഞ്ഞിട്ടുണ്ടായിരുന്നു ആബ്സെന്റ് ആവുന്നു. അതെ, യെസ്. നമുക്ക് പ്രയർ ഉണ്ടോ? പ്രയർ ഉണ്ടെങ്കിൽ പ്രയർ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സാറേ ചോട്ടെ 3ഉം 4ഉം പാഠം ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാനുണ്ട്. കുറച്ച് സമയം എടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം. പിന്നെ 2 തൊട്ട് 5 തുടങ്ങിയല്ലേ? 5 തുടങ്ങി താഴേക്കല്ലേ ഉള്ളത്? 8, 9 വരെ 2 ഉണ്ട്. 2 തുടങ്ങി താഴേക്ക്. 2 തുടങ്ങി താഴെ 2, 3, 4 ഇല്ല. പിന്നെ 3, 4 ഇല്ല, 2 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 6, 7, 8 ഉണ്ട്, 9. ഓക്കെ. ഞാൻ എഴുതി തന്നേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പോലെ അങ്ങോട്ട് നോക്കി പോയാൽ മതി. ഷിജി നോ പ്രോബ്ലം. അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അത് മതി, ഡോണ്ട് വറി. അങ്ങനെ 50 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഉണ്ടാവും. ബാക്കി 40 ക്വസ്റ്റ്യൻ ബാക്കിയുള്ള വിഷയങ്ങളുണ്ട്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് ഉണ്ടാവും. അപ്പോ 100 മാർക്ക്. യെസ്. അപ്പൊ പ്രയർ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത ഒരു സംഗതിയിലേക്ക് കടക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജോൺഫി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞ സംഗതി അവസാനിപ്പിച്ചിട്ട് നമ്മൾ അടുത്ത ഒരു യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. ദ നെയിം ഓഫ് ദ യൂണിറ്റ്, ദാറ്റ് ഈസ് യൂണിറ്റ് നമ്പർ 14. 14. യെസ്, 14 യൂണിറ്റ് നമ്പർ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ്. എങ്കിലും ജസ്റ്റ് നമ്മൾ അതിനൊന്ന് റിവൈൻഡ് ചെയ്യും. പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി എന്താണ് ഇതൊക്കെയുള്ള കാര്യം നമ്മൾ നോക്കിയാണ്. യെസ്, അപ്പൊ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്നും പറയാം, അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്നും പറയാം. 2 പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. ഇപ്പോ നമ്മൾ മലയാളിയുടെ പ്രത്യേകതയാണ്. അതായത് നിങ്ങൾ ഷാഹിദ ഒരു വീട്ടിലോട്ടില്ലാണ്, അയൽവാസിയുടെ വീട്ടിലോട്ടില്ലാണ്. അപ്പൊ നോക്കിയപ്പോ രാവിലെ ചെന്നപ്പോ ആ വീട്ടിൽ ചെല്ലുമ്പോ ആ വീട്ടിലെ ഗൃഹനായിക വരാന്തയിൽ നിന്ന് ചായ കുടിക്കും. അത് ആർക്ക് കാണാം? ഷാഹിദക്ക് കാണാം. എന്നാലും ഷാഹിദ എന്ന് ചോദിക്കും, ചായ കുടിക്കാനല്ലേ എന്ന് ചോദിക്കും, അല്ലേ? അത് കാണുന്നത് സംഭവം അറിയാം, എന്നാലും അവർ ചോദിക്കും, ഇല്ലേ ചായ കുടിക്കാനല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ചായ കുടിക്കുകയാണ്. ലാസ്റ്റ് ഒരു അല്ലയില്ലേ, ആ അല്ല എന്നുള്ള സാധനമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്. ചായ കുടിക്കാനല്ലേ, അവിടെ പോവുകയാണല്ലേ, ആ അല്ലേ എന്നുള്ള സംഗതിയാണ് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതുന്ന രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷില് നമ്മൾ ഏത് സെന്റൻസ് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു വെർബ് ഉണ്ട്. ഗോ, ടേക്ക് എന്നൊക്കെ പറഞ്ഞ വെർബ് ഉണ്ടാവും. അത് കൂടാതെ അതിൻ്റെ അകത്ത് ബി വെർബുകൾ ഉണ്ടാവും. ബി വെർബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയാം. അപ്പൊ ഈ ബി വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്, ആമ്, ആറ്, വാസ്, വേറ്, ഹാഡ്, ഹാസ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയാ? ഓക്സിലറി വെർബ് എന്ന് പറയാം. ഓക്സിലറി വെർബ്. അപ്പൊ കൂടി പറയാം, ഈ സാമാർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, ഇതെല്ലാമാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത്
ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ഈ ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് നോക്കണം എന്നുള്ളത്. യെസ്, നേരി തുമ്മല്. യെസ്, അപ്പൊ നമ്മൾ പറയുന്നത് തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം